അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ സുഖമായിരിക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. എൻ്റെ കേട്ടോ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തൊണ്ടവേദന അങ്ങനെയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിതിൽ നമ്മളെ സ്കൂളിൽ മീറ്റപ്പിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. റിജി റയ്യാനൊക്കെ അതാ പോകണം കേട്ടോ. ഓരെ ഞാൻ കൊണ്ടുപോകണില്ല കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഇവിടെയൊക്കെ പാടത്തൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്തോ പാലുണ്ടാക്കുന്നതുകൊണ്ട് അറിയില്ല, അതിനെക്കുറിച്ച് നല്ല ഐഡിയ ഇല്ല. റിജി റയ്യാനതാ നടന്നു പോകണം. നല്ല വെയിൽ, ഇവിടെ എത്തുമ്പോൾ തണല അടികൂടല്ലേ. അപ്പോൾ താത്തല്ലേ അപ്പോൾ അതും കൂടെ ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് സാധാരണ എല്ലാവർക്കും തണുപ്പ് കാലത്താണ് ജലദോഷം, ചുമ, തുമ്മലൊക്കെ വരാം. എനിക്ക് നേരെ തിരിച്ചാട്ടോ. എനിക്ക് ഈ ചൂട് സമയത്താണ് ഒക്കെ തുടങ്ങുക. അങ്ങനെ തല നീരിറങ്ങണോണ്ട് എന്താ അറിയില്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ, മറക്കരുത്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കാത്തവർ ഫോളോ ആക്കാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരെന്താ വെച്ചാൽ സഫ്വാന ഫാസിൽ, അതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അതും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. വീട്ടിൽ എത്താനായി. ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഞാനിപ്പോൾ ഇവിടെ പോട്ടോ. റൈസി റയ്യാനും ഇവിടെ വീട്ടിലെത്തും. ഇവരെ ഇവിടെ വീട്ടിലാക്കും. ഞാനിപ്പോട്ടെ പോകണം. ഉപ്പാക്കും കാണിക്കാണ്ട് ഇപ്പോൾ തട്ടം ശരിക്ക് ചിറ്റിട്ടില്ല, വേണം ഒരു ചിറ്റിലങ്ങോട്ട് ചിറ്റിയതാണ്. പിന്നെ വന്ന സമയത്ത് ഞാൻ തട്ടം ചിറ്റാനെന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ചുക്കണു. അപ്പോൾ നന്നെ മുടി കെട്ടിങ്ങാടാണ് വരേണ്ട എഴുതിയിട്ട്, കാരണം അല്ലെങ്കിൽ തന്നെ നീരിറങ്ങിക്കണു. അപ്പോൾ അതാണ് ഇപ്പോൾ കുറച്ച് നേരം വന്ന് പെരയിലിരുന്ന് മുടിയൊക്കെ ഒന്ന് ഫാൻ്റെ ഒട്ടൊക്കെ കാണിച്ച് അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വേറെ എന്താ ഗൈസ് വിശേഷം? ഞാൻ ലൈവ് ഇട്ടപ്പോൾ എല്ലാവരും വരുന്നുണ്ട്, പക്ഷെ ആരും അങ്ങനെ സംസാരിക്കണം. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതെന്താ അങ്ങനെ? എല്ലാവരും സംസാരിക്കണം കേട്ടോ ലൈവിൽ വന്നാലും. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ബസ് വെയിറ്റ് ചെയ്യാണ്. കാണിച്ചിട്ടെ ഇതാണെൻ്റെ അപ്പ മങ്കട ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ബസ് വെയിറ്റ് ചെയ്യാണ്. എത്ര മണിക്ക് ബസ് അറിയില്ല. ബസ്സിൻ്റെ ഇതൊക്കെ ഇവിടെ പോസ്റ്റൊക്കെ കീറി വെച്ചിക്കണു. ആരെ പണിയൊന്നും അറിയില്ല. പിന്നെ ആസ്പത്രിയിൽ പോയിട്ട് എന്താ പറയണറില്ല ഡോക്ടർ. ഉപ്പാക്ക് വയറുവേന കേട്ടോ. ഉപ്പാക്ക് വയറുവേന മാറണേ ഇല്ല. അത് മഞ്ചേരിക്കൊക്കെ പറഞ്ഞു. ആദ്യം പോയപ്പോൾ മഞ്ചേരി കാണിക്കാനൊക്കെ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ. അപ്പോൾ എന്താ പോയി നോക്കട്ടെ, എനിക്കറിയാം. അപ്പോൾ ബസ് കിട്ടി. ഞാനിപ്പോൾ ഒരു സീറ്റിലാട്ടോ ഇരുന്നത്. ബസ്സിൽ പാട്ടിട്ടുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കണേ. പുറത്തേക്ക് മരുന്നുണ്ട് കേട്ടോ, 2 എണ്ണം. അത് മേടിക്കാൻ വേണ്ടി പോവാണ്. എനിക്കാണെങ്കിൽ ചുമക്കാൻ വന്നിട്ട് ചുമ വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ഇടങ്ങാറ്, തൊണ്ടൻ്റെ അടക്കം ഒരു ചൊറിച്ചിൽ പോലെയുള്ള ഒരു ചുമ. മരുന്ന് വാങ്ങാൻ പോവാം. കിട്ടി തിരിച്ച് പെരേക്ക് പോവാണ്. അപ്പം പറഞ്ഞ് ചായ അടിച്ചിട്ട് പോവാൻ. മരുന്ന് 2 എണ്ണം പുറത്തേക്ക് കേട്ടോ, ബാക്കി 2 എണ്ണം അവിടുന്ന് കിട്ടി. ഞാൻ ചായ കുടിച്ചാൽ വേണ്ടി വരണം കേട്ടോ. ചായ മധുരം കുറച്ചാൽ പറഞ്ഞേ, ഓവർ മധുരമൊന്നും വേണ്ട. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് വീട്ടിലെത്തി മാങ്ങൊക്കെ കട്ട് ചെയ്ത്, പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും പാടെ കഴിക്കട്ടോ. ഞാൻ ഇപ്പോൾ കുറേ പറഞ്ഞു ചായ മേടിച്ചപ്പോൾ എന്തെങ്കിലും കടി മേടിച്ചോ നമ്മൾ അത് വേണ്ട. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ട് നിൽക്കട്ടെ. നല്ല വിശപ്പുണ്ട്. പിന്നെ ഞാൻ, റിസമോള്, റയ്യാൻ, ഉമ്മ, അനിയത്തിൻ്റെ കുട്ടികളെല്ലാവരും പാടെ തിന്നുന്നുണ്ട് കേട്ടോ മാങ്ങ. എന്താ ഫുള്ള് കുഞ്ഞു തിന്നാത്തത്?
അപ്പോൾ അങ്ങനെ മാങ്ങ ഒക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ചോറ് കഴിക്കണത്. ചോറും മീൻകറിയും പരിപ്പും വെള്ളരിക്കൊക്കെ പാടിട്ടിട്ടുള്ള ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മത്തി പൊരിച്ചതാട്ടോ. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ പാനോട് വർത്താനം പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇക്ക വന്നു കേട്ടോ ചോറുന്നാൻ കരിക്ക്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇവിടെ കോട്ടേഴ്സിലൊക്കെ എത്തിയിട്ടോ ഒരു സാധനം കാണിച്ചു തരാം. വീട്ടിലത്തെ ചേച്ചി തന്നാട്ടോ കപ്പ തന്നതിനോ. അപ്പോൾ ഞാനത് നന്നാക്കിയിട്ട് കുക്കറിലിട്ട് വെച്ച് ഇക്ക ചമ്മന്തി ഉണ്ടാക്കിക്കണം. മുളക് കൈയെടുക്ക് മുളക് ഉള്ളി വിനാഗിരി ഉപ്പൊക്കെ കൂട്ടിയിട്ടോ. അത് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കണം. അപ്പം ഞാനൊന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ. ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. മസാല കഴിയാനായി. എല്ലാവരും വാരി വിളിച്ച് തിന്നാണ്. നല്ല എരുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ നല്ല എരുണ്ട് ഗൈസ്. മറ്റേ കാശ്മീർ ചില്ലി മുളക് പൊടി ഇല്ല, സാധാ മുളക് പൊടിയാ. നല്ല എരുണ്ട്. എനിക്ക് വേണ്ട. നല്ല എരുണ്ട്. എനിക്ക് കപ്പ മാത്രം മതി. അപ്പോൾ ആരും മറ്റേ പണിയെടുക്കുന്നത് നല്ലൊരുണ്ട്. താനെ മുളക് എടുത്ത് എന്താ കപ്പിന്റെ എല്ലാരും കപ്പന്റെ കൂടെ കൂടുതൽ മുളക് ഇട്ട് വെറുതെ എന്താ വയറ്റുന്നൊക്കെ കുടിച്ചാൽ നിൽക്കണ്ട. അപ്പോൾ ഇത്ര ഉള്ളു വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അസ്സലാമു അലൈക്കും. മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അപ്പോൾ ഞാനിന്ന് ഞാൻ +1 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. +1 പഠിച്ച സമയത്ത് ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും പാടെ ഒന്ന് ഒത്തുചേർന്നാട്ട് നമ്മൾ പഠിച്ച കോളേജിൽ, മക്കരപ്പറമ്പ് അക്ഷര കോളേജിൽ. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ അവരൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ തെസ്നി നമ്മുടെ ലൈവിൽ വരലുണ്ടോ. പിന്നെ കുറച്ച് ആൾക്കാർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതാണ്. പിന്നെ ഷെറീന കിടന്ന ഇതാണ് ഷെറീന. നല്ല കോമഡി കേട്ടോ. ഓള് എന്താ പറയുക, നല്ല സംസാരിക്കും, നല്ല അടിപൊളി കോമഡി പറയും. ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഉള്ളിലുണ്ട് കേട്ടോ. തെസ്നി ഇതാട്ടോ നമ്മളെ ലൈവിലൊക്കെ വരലുണ്ട്. തെസ്നി ഇർഫാന അത് ഇർഫാൻ കേട്ടോ. അത് ഇർഫാൻ കേട്ടോ. എല്ലാവരും ചാറ്റെടുക്കി. പാട്ട് പിന്നെ ഇതിന്റെ അയൽവാസിയാണ്. ഇറങ്ങിയാൽ താഴത്ത് പോകൂട്ടോ. ഇതിന്റെ അയൽവാസിയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടുമാണ്. പിന്നെ വേറെ ഒന്നുണ്ട് മുർഷിദ. ഞാൻ ഇടക്കിടക്കൊക്കെ പറയലില്ലേ. അപ്പോൾ കുറച്ച് ആളുകളുണ്ട്. ബോയ്സ് ഒന്നുമില്ല, ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പോവും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഉൾപ്പെടുത്താൻ. നമ്മൾ പഠിക്കണ സമയത്ത് ഒരുപാട് കോമഡി ആയിട്ടും ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ അങ്ങനെ അവിടുന്ന് സംസാരിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കാണാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല. പിന്നെ കോളേജ് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇങ്ങനൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ AC കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ നമ്മൾ പഠിച്ച സമയത്ത് AC ഒന്നും ഉണ്ടായില്ല, ചൂട്ടിട്ട് നിൽക്കുന്നുണ്ടായില്ല അന്നൊന്നും. ഇപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയാണ്. റയ്യാനോ റിജൊക്കെ എൻ്റെ കൂടെ വന്നു കേട്ടോ. കുറേ നേരം അവിടെ സംസാരിച്ചിരുന്ന് പിന്നെ ജ്യൂസും മുട്ടായി ഇതൊക്കെ തിന്ന് ഞാൻ പെട്ടെന്ന് പോകുന്നു കേട്ടോ. എനിക്ക് പോരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിൽ മീറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോകുന്നു കേട്ടോ. കാരണം ഉമ്മയും താത്തയും നമ്മുടെ ഡോക്ടറെ പഠിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഒരൊറ്റയ്ക്ക് ഞാൻ വന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനും ഉമ്മയും താത്തയും വെള്ളം കുടിച്ചാൽ കയറിക്കാണ് ലൈം. ഓരോ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടാത്തെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല വീഡിയോയിൽ വരാനത്. ഞങ്ങൾ നേരെ പരിക്കും. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്, വലിയ വ്ളോഗാണ്, ചെറിയ വ്ളോഗാണ്.